നമ്മുടെ ബിസിനസ്സിനെ അടുത്തൊരു ലെവലിലേക്ക് ഉയർത്താൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഹായ്, ദിസ് റൈസ് കപൂർ ഫ്രം അഡോക്സ് ഡിജിറ്റൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാട്സപ്പ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ വാട്ട്, വൈ, വെൻ ഈ 3 ഭാഗങ്ങളായിട്ടാണ് വാട്സപ്പ് മാർക്കറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. അതായത് വാട്ട് ഈസ് വാട്സപ്പ് മാർക്കറ്റിംഗ്, എന്താണ് വാട്സപ്പ് മാർക്കറ്റിംഗ്, വൈ വാട്സപ്പ് മാർക്കറ്റിംഗ്, എന്തിന് നമ്മൾ വാട്സപ്പ് മാർക്കറ്റിംഗ് ചെയ്യണം, വെൻ വാട്സപ്പ് മാർക്കറ്റിംഗ്, എപ്പോഴാണ് നമ്മളെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വാട്സപ്പ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ വാട്സപ്പ് മാർക്കറ്റിംഗിനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വാട്ട് ഈസ് വാട്സപ്പ് മാർക്കറ്റിംഗ്, എന്താണ് വാട്സപ്പ് മാർക്കറ്റിംഗ്? സിംപ്ലി ഒരു വേർഡിൽ തന്നെ ഉണ്ട് വാട്സപ്പ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത്. നമ്മുടെ ബിസിനസിന്റെ പ്രൊഡക്റ്റോ സർവീസോ വാട്സപ്പ് ത്രൂ മാർക്കറ്റ് ചെയ്യുക, അത് തന്നെയാണ് വാട്സപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ആഡ്സുകളാണല്ലോ പുഷ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് വാട്സപ്പിൽ നമുക്ക് ആഡ്സുകൾ ഒഫീഷ്യലി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആക്ച്വലി നമുക്ക് വാട്സപ്പിൽ ഒരിക്കലും ആഡ്സുകൾ നമുക്ക് അവരുടെ മുമ്പിലേക്ക് പുഷ് ചെയ്തെത്തിക്കാൻ പറ്റില്ല. പകരം നമ്മുടെ ഓഡിയൻസിന്റെ, നമ്മളെ കസ്റ്റമേഴ്സിന്റെ കോൺടാക്ട് ഇൻഫർമേഷൻസുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവരിലേക്ക് ഈസി ആയിട്ട് വാട്സപ്പ് ത്രൂ എത്താൻ പറ്റും. അതിലേക്ക് നമുക്ക് ആഡ്സുകൾ പുഷ് ചെയ്യുകയോ നമ്മളെ സർവീസുകൾ അറിയിക്കുകയോ നമ്മളെ കസ്റ്റമർ സർവീസ് അതിലേക്ക് കൊണ്ടുവരികയോ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ വാട്സപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങൾ എല്ലാ ബിസിനസ്സുകാരും വാട്സപ്പ് മാർക്കറ്റിംഗിന്റെ ബേസിക് സംഭവങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എങ്ങനെയെന്നല്ലേ? ആക്ച്വലി നമുക്കറിയാം വാട്സപ്പിന് 2 ആപ്ലിക്കേഷൻസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വാട്സപ്പ് മെസ്സഞ്ചർ എന്നൊരു ആപ്ലിക്കേഷനും വാട്സപ്പ് ബിസിനസ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനും. അതായത് വാട്സപ്പ് മെസ്സഞ്ചർ എന്ന് പറയുന്നത് പേഴ്സണലി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പിന്റെ ആപ്ലിക്കേഷൻ ആണ്. വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ്സുകൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ആണ് വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. പേഴ്സണൽ വാട്സപ്പിനെ അപേക്ഷിച്ച് വാട്സപ്പ് ബിസിനസ്സിൽ ഒരുപാട് ഫീച്ചേഴ്സുകൾ അധികമുണ്ട്. ആ ഫീച്ചേഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും ഒരു ബിസിനസ്സിന് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിന്റെ വേറൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ 2 വാട്സപ്പുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതൊരു സ്റ്റെപ്പ് കൂടിയുണ്ട്. അതാണ് വാട്സപ്പ് API എന്ന് പറയുന്നത്. അതായത് വാട്സപ്പ് ബിസിനസിന്റെ ഓപ്ഷൻസിൽ കുറച്ചധികം ഫീച്ചേഴ്സുകൾ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പ് ബിസിനസ്സിൽ കുറച്ച് ആൾക്കാർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ സേവ് ചെയ്ത് നമ്മുടെ നമ്പറും അവർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ബ്രോഡ്കാസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതിന് നമുക്കൊരു പരിമിതിയുണ്ട്, നമുക്ക് മാനുവലി ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. നമുക്ക് 1,00,000 കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ അത് വാട്സപ്പ് ബിസിനസ്സിൽ പോസിബിൾ അല്ല. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് API എന്ന് പറയുന്നത്. സോ ഈ ഒരു ബൾക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് വാട്സപ്പ് API ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു വാട്സപ്പ് APIനെ ഒരു സ്ട്രാറ്റജി വഴി നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് വാട്സപ്പ് മാർക്കറ്റിംഗ് എന്ന് തന്നെ പറയാൻ പറ്റും.